ഗൈസ് അസ്സലാമു അലൈക്കും. നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഞണ്ടുകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഞണ്ടുകറി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായി ചൂടായതിന് ശേഷം നമ്മൾ വലിയ ജീരകയും അതുപോലെ തന്നെ നമ്മളെ കടുകൊക്കെ ഇട്ടിട്ട് നമ്മൊന്ന് പൊട്ടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുഞ്ഞു കുഞ്ഞാന്ന് തന്നെ അരിഞ്ഞ് നമ്മുടെ സവോളയും നല്ല നീളത്തിൽ അരിഞ്ഞ് വെച്ച് പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ എന്താ മെയിൻ പരിപാടി എന്താ ഇളക്കൽ. അതന്നെ നല്ലപോലെ ഇളക്കി കൊടുക്കുക, നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ സബോളൊക്കെ ഉണ്ടല്ലോ നല്ലപോലെ മൂത്ത് കിട്ടണം. ഇവിടെ ഞണ്ട് കറി വെക്കാറില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. ഞണ്ടിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ഈ റോസ്റ്റ് വെക്കുക, റോസ്റ്റ് തന്നെയാണ്. ഞണ്ട് കിട്ടിയാൽ ഞണ്ട് റോസ്റ്റ് ചെയ്യും, അതന്നെയാണ്. അല്ലാതെ വേറെ രീതിയിലുള്ള പരീക്ഷണങ്ങളല്ല, കറി വെക്കാറില്ല. അപ്പം ഇന്ന് ഞാനൊരു എന്താ പറയുക, ഈ ഒരു രീതിയിൽ ഞണ്ട് കറി ഉണ്ടാക്കി നോക്കി നോക്കാം എന്നൊരു രീതിയിൽ തന്നെ നമുക്ക് കഴിച്ച് നോക്കിയാൽ ശരിയാവില്ലല്ലോ, ഒരു ചേഞ്ചൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ റെഡിയാക്കി നോക്കിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വേഗം ഉണ്ടാക്കാനൊക്കെ പറ്റും. പിന്നെ ഇതിന് മുന്നേ ഞാനൊരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമ്മുടെ ഉള്ളി അതായിട്ട് വരും, നമ്മൾ അതിൽ വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമുക്കിതിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ വെളുത്തുള്ളി തോല് കളയാണ്ട് ഇട്ട് വയ്ക്കുക, അതിന് വേറെ സ്മെല്ലും വേറൊരു ഫ്ലേവറും എന്തായാലും കിട്ടും. അത് ഉറപ്പാക്കാൻ എനിക്കത് അറിയണ്ടായിരുന്നില്ല. എൻ്റെ ഫ്രണ്ട് ഇവിടെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി വന്നപ്പോൾ അവൾ ഇതുപോലെ ചിക്കൻ എന്തോ സാധനം ഉണ്ടാക്കുമ്പോൾ അവൾ ഇതുപോലെ വെളുത്തുള്ളിയുടെ മേലത്തെ റൗണ്ടില്ല മേലത്തെ തൊലി കളഞ്ഞിട്ട് ബാക്കിയുള്ളത് കഴുകി ചതച്ചപ്പോൾ ഞാൻ അവളോട് ചോദിച്ചിട്ട് ഈ തൊലി കളയേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഈ തൊലി കളയാണ്ട് നീ ഇട്ട് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്, അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, ഞാൻ അങ്ങനെ ഇടാറ്. അതിന് വേറൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ട്. നിങ്ങളൊന്ന് എന്തായാലും നോക്കി നോക്കും കേട്ടോ. ഇനി നമുക്ക് നമ്മൾ പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് എന്താ പറയുക, എരിവ് കുറവായിരിക്കും, നിങ്ങൾക്കറിയാമല്ലോ, കളർ കിട്ടാൻ കൂടുതൽ അതാണ് നല്ലത്. അങ്ങനെയാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളെ എന്താ പറയുക, മസാല എത്രയുണ്ടോ, നമ്മൾ ഉള്ളി എത്ര ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ പൗഡേഴ്സൊക്കെ ഇടുക കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൊടികളെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ പൗഡേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇടാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോയി നമുക്ക് ഒന്നിനും പറ്റില്ല, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ പൗഡേഴ്സ് ഇടുക, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. കരിഞ്ഞ അതിന് സ്മെല്ലൊക്കെ തന്നെ മാറിപ്പോവും. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സബോള ഒരു എന്താ പറയുക ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമ്മൾ തക്കാളി നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് നമ്മൾ തക്കാളി ഇട ചെയ്ത് കൊടുക്കാം. തെറ്റിപ്പോയതാട്ടോ, സബോള അല്ലേ, തക്കാളി ഇട ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഈ ഒരു ലെവൽ അതാവുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണം, കുരുമുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. അത് നമുക്ക് എരിവ് ഇഷ്ടമുള്ളവർക്ക് ഓപ്ഷണലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് പൊടി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞണ്ട് കറിയൊക്കെ ആകുമ്പോൾ ഞണ്ട് റോസ്റ്റ് അതുപോലെ നമ്മൾ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും കാണുന്നത് നമുക്ക് എരിവ് വേണം, ഇവിടെ എരിവ് വേണം കേട്ടോ, അവിടെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കുരുമുളക് പൊടി എടുത്തുള്ളത്. ഇഷ്ടമില്ലാത്തവർക്ക് ഓപ്ഷണലാണ്, അല്ലാത്തവർക്ക് ഇടണ്ട കേട്ടോ. ഇതിന് നമ്മുടെ മസാല ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. എന്താ പറയുക, നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ തക്കാളിക്ക്. ഇനി നമുക്ക് നമ്മളെ ഞണ്ടിനെ കഴുകി വൃത്തിയാക്കി നമ്മൾ മുറിച്ച് വെച്ചാൽ നമ്മൾ ഞണ്ട് ഇട്ട് കൊടുക്കാം. എന്താ പറയുക, ഞണ്ട് നമ്മളിപ്പോൾ കുറച്ച് കാല്, പിന്നെ അതിൻ്റെ അങ്ങനെ അതിൻ്റെ ഓരോ പാർട്സായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ പറയുക, റോസ്റ്റ് അല്ല കേട്ടോ, ഇത് കറിയാണേ. കറി ഞാൻ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ കാണാൻ പോകണല്ലോ, നിങ്ങളെ ഫുള്ളായിട്ട് കണ്ടാലും നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ ഞണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഞണ്ടുമ്മൽ നമ്മൾ എല്ലാ മസാലയും ഒന്ന് പിടിക്കണം, അതിനുണ്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം, അപ്പോഴാണ് നമ്മൾ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ആ ഞണ്ടുമ്മൽക്കെല്ലാം പിടിക്കണ്ടേ, പിടിച്ചാലേ നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്ക് അത് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നല്ലപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളിതേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിം ചെയ്തിട്ട് നമുക്ക് മൂടിയാക്കാം കേട്ടോ കുറച്ച് നേരം. അങ്ങനെ ഇതേ നമ്മൾ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഞണ്ടൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. റെഡി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കട്ടില്ലാത്ത പാലുണ്ടല്ലോ, കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം. കട്ടില്ലാത്ത പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് മൂടി വെച്ച് നല്ലപോലെ വെന്ത് വന്ന് എല്ലാം സെറ്റായതിന് ശേഷം നമ്മൾ പാൽ ഒഴിക്കണത് കേട്ടോ. അങ്ങനെ നമ്മൾ പാൽ വെച്ചിട്ട് പിന്നെയും കുറച്ച് നമ്മൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് നല്ല തിളച്ച് വരണം കേട്ടോ. നമ്മൾ കട്ടില്ലാത്ത പാലാണ് നമ്മൾ ഫസ്റ്റ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ നമ്മൾ ഞണ്ടുകറി നല്ല തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് നല്ല കട്ടി പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തിളച്ചിട്ട് ഒന്ന് സെറ്റാവാനുള്ളൊരു എന്താ പറയുക, തിളച്ച് നല്ലപോലെ ഒരു കട്ടിയാവുമല്ലോ. ഇതേ ഇതുപോലെ ആയി കിട്ടണം. നല്ല കുറുകി നല്ല കട്ടിയായിട്ട് ഇതേ നമ്മുടെ ഞണ്ടുകറി ഇതിവിടെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഞണ്ടുകറി ഉണ്ടാക്കാൻ ഇത് ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്കിത് ചോറിലോട്ടും ചപ്പാത്തിലും എല്ലാത്തിനും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരെ കാണാമായിരിക്കും. ബൈ.